ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് 11 മണിക്ക് നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. CM ഏകദേശം 1.25 മണിക്കൂറോളം സംസാരിച്ച വിഷയമെന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തവും ആ ദുരന്തത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്ന സർക്കാർ ചെലവഴിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെലവാക്കാൻ പോയി എന്ന് പറയുന്ന, ഒരു ശവശരീരം കുഴിച്ചിടാൻ 75,000 രൂപയാണ് ചെലവ് എന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെ വളരെ മോശമായ രീതിയിൽ സർക്കാർ കൊടുത്ത ഒരു പ്രപ്പോസലിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെ ദുരിതാശ്വാസ സമയങ്ങളിൽ സഹായിക്കുന്ന ജനങ്ങളുടെ മനസ്സിലും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതിൽ ഉള്ള നല്ല ശക്തമായ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആ പ്രതിഷേധം രേഖപ്പെടുത്തണം. രണ്ടാമത്തെ എൻ്റെ റിക്വസ്റ്റ്, മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ ഫണ്ട്, സഹായ ഫണ്ട് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. കോടിക്കണക്കിന് രൂപ, 25,000 തൊട്ട് 5 ലക്ഷം വരെ വാങ്ങിക്കൊടുത്ത കേസുണ്ട്. സത്യത്തിൽ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ചികിത്സാ സഹായ ഫണ്ട് ആളുകൾ അറിഞ്ഞിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രചരണത്തിലേക്ക് ദയവായി നിങ്ങൾ പോകരുത്. കാരണം ഈ സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം അത് കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആശ്വാസം. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്, ആ സംഗതിയെങ്കിലും നിലനിർത്തി പോകണം. കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഇനിയും നിങ്ങൾ പറ്റാവുന്ന സഹായം നൽകണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. ഇവിടെ ഭാഗത്തുക ഉണ്ടായ വിഷയം, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ്. അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പോലീസിൽ IPS ഉൾപ്പെടെയുള്ള ഒട്ടനവധി സത്യസന്ധരായ, രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ, നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല IQ ഉള്ള ഓഫീസേഴ്സ്, അത് IPS ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. 10ാം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാരും നമ്മുടെ നാട്ടിലില്ല, എഴുത്തും അറിയാത്ത ഒരു പോലീസുകാരും നാട്ടിലില്ല. അപ്പം രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ, അതിലൊരു തർക്കമില്ല. പക്ഷെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്, അത് ഇനിയും തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതിലൊരു തർക്കമില്ല. പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവർ, പോലീസിലെ മനോവീര്യം തകരുന്നവർ ഞാൻ ഈ പറഞ്ഞ 4-5% മാത്രമാണ്. ഈ ക്രിമിനലുകളാണ്, അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്, അദ്ദേഹത്തോടെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്, ഒട്ടനവധി പോലീസ് ഓഫീസർമാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞതുണ്ട്, സത്യസന്ധമായി പ്രവർത്തിക്കാൻ, ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും സാധാ പോലീസുകാരും. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ
അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. പിന്നെ രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മലപ്പുറം SP എന്ന സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, സ്വാഭാവികമാണ്. CM പറഞ്ഞ ആ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നല്ലത് അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. മാഷ് കേട്ടിട്ടില്ലേ? തോമസ് ചെട്ടി കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. ഇപ്പോഴല്ല, ഇത് പുറത്ത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു IPS ഓഫീസർ ഒരു MLA കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന 4-5 ദിവസത്തെ കോളാണ്. മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ട് അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥർ. എന്തിനാ കാല് പിടിക്കുന്നത്? ഒരു 10,000 റുപ്യൻ്റെ ഒരു മരകഷ്ണം കട്ടുകൊണ്ടായ കേസാ. ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവൻ, രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ 10,000 റുപ്യൻ്റെ കേസാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ജനൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാൽ, അവളെ കൈവശമാക്കിയാൽ എന്താ സ്ഥിതി? അതാണ് ആ മരത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരം തോന്നുന്നുണ്ട്. ആ മരം, ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും, ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നുണ്ട്, LSP ഇതൊരു അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ പരിപൂർണമായി കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ. ഈ അങ്ങാടിയിൽ പാട്ടല്ലേ SP? ഇത് നിങ്ങൾക്കല്ലേ മോശം? ആരോപണം ആരെ വരെയും വരാം, മുഖ്യമന്ത്രിയുടെ വരെയും വരാം, മന്ത്രിമാരുടെ പേരിൽ വരും, പാർട്ടി നേതാക്കന്മാർ എൻ്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട്. അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ. അതുകൊണ്ട് എന്താണ് SP അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ കാല് പിടിക്കും. അല്ലേ അവസട്ടി? അങ്ങനെയല്ലേ? ഈ കാലുപിടുത്തം തുടർന്നോ? ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക? അദ്ദേഹം കള്ളനല്ലെങ്കിൽ, ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ, പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ, ഓ ആയിക്കോട്ടെ MLA അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടെത്ത്. അപ്പോൾ അങ്ങനെ ഒരു IPS ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ, ഈ കൊള്ളക്കും കൊലക്കും കൂട്ടു നിൽക്കുന്ന ഒരു IPS ഓഫീസർ ആ ഫോൺ റെക്കോർഡ് പടച്ചോൻ എനിക്ക് തന്നല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4-5 ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാ. അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുകയാണെന്നുള്ളത്? ഏത് കുട്ടിക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം. അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി പോലും അടച്ചു. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സുള്ള ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. എന്തായാലും മനസ്സിലാക്കേണ്ടത്? അപ്പം ആ ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഉന്നയിച്ച് വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന്ന് എവിടെ എത്തും? ഇതെല്ലാം ഉണ്ടായിട്ട്, ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് ഇത് തിരിഞ്ഞു വരുന്നുണ്ടോ നിങ്ങൾ? ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തിരിയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ പബ്ലിക്കിൻ്റെ എന്താ പറയുക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നത്, സ്വർണത്തിലെ കുറ്റവാളികളെ
മഹത്വവൽക്കരിക്കുന്നതാണ്. സി എം അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, ഞാൻ എതിർക്കല്ല. ഈ സി എം ഇന്ന് പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ 92, 61, 100, 150, 153, 26, 176, 176, 176, 682 കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ 182 കേസ്. 2022 92 കേസ്, 23 61, ഈ വർഷം 24 26 കേസ്. അപ്പോൾ ഈ കേസിൽ പെട്ട പ്രതികൾ ഇവരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സി എം പറഞ്ഞത്. അതും സി എമ്മിൻ്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എന്താ വെച്ച് സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് സി എം പറഞ്ഞു, ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാന്ന് എനിക്കറിയാം. അപ്പം ഇതിലെ ഏതോ ഒരു പത്രമാധ്യമം ഇതിൽ സ്വർണം കൊണ്ടുവന്ന ഒരു പ്രതി അദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഏകദേശം 1.5 കിലോളം സ്വർണം കൊണ്ടുവന്നു. കോടതിയിൽ കൊടുക്കുമ്പോൾ 950 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പ്രതി. അതിൽ സി എമ്മിനെ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു കാര്യമാണ്, ഈ കേസ് ഞാനീ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ മാർഗമുള്ളത്? ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറയുന്ന ഈ 172ഓളം കേസ് ഈ സ്വർണം കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർ പിടിച്ച കേസാണല്ലോ. അവരെത്ര സ്വർണമാണ് കൊണ്ടുവന്നിരുന്നത്? എവിടെ, എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത്? പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത്? കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത്? ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? എവിടുന്നാണ് ഇത് ഒരുക്കിയത്? ഒരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത്? പരിശോധിക്കണ്ടേ? പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ശരീരത്തിലും ഡ്രസ്സിലും മറ്റും തേച്ച് വന്നു, ആ സ്വർണം കത്തിച്ച് കളഞ്ഞപ്പോൾ എടുത്തത് 950 ഗ്രാമ കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ കൊടുത്തില്ല. എന്തുമാത്രം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്? കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി വ്യക്തിപരമായി പഠിക്കണം. സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എവിടുന്നാ സ്വർണം പിടിക്കുന്നത്? ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലിട്ടിട്ടാണ്. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണവുമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി, അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? ആ ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് 20% റിവാർഡാണ്. ഞങ്ങൾ പത്രക്കാർക്ക് തരാം. കസ്റ്റംസിൻ്റെ റിവാർഡ് സ്കീം ശരിക്കും നോക്കിക്കോ. ഫോർ ഇൻഫോമേഴ്സ്. ഇത് 2018 36/2018 സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ സർക്കുലറാണ്. 20% ഇൻഫോമർക്ക് കിട്ടും. അത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിൻ്റെ ഷെയർ ഉണ്ട്. ഇന്ന് വരെ ഈ 170 കേസ് പിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത് ദാസിനും ടീമിനും കോടികൾ കിട്ടും അവർക്ക്. എന്താ ചെയ്തത്? കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? ആ ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് 20% റിവാർഡാണ്. ഞങ്ങൾ പത്രക്കാർക്ക് തരാം. കസ്റ്റംസിൻ്റെ റിവാർഡ് സ്കീം ശരിക്കും നോക്കിക്കോ. ഫോർ ഇൻഫോമേഴ്സ്. ഇത് 2018
36/2018 സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ സർക്കുലറാണ്. 20% ഇൻഫോമർക്ക് കിട്ടും. അത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിൻ്റെ ഷെയർ ഉണ്ട്. ഇന്ന് വരെ ഈ 170 കേസ് കിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത് ദാസിനും ടീമിനും കോടികൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവരെ പിടിച്ച് അന്വേഷിക്കണ്ടേ? ഇപ്പോഴും അന്വേഷണം അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞാൻ തെളിവ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഇതുവരെ ഈ ADGP മാറ്റാത്തതോട് പലരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. ഒരാരും വരുന്നില്ല. ഞാൻ ഈ കൊണ്ടുവന്ന KRSനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് IG-ക്ക് DGP-ക്കോ മൊഴി കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, അനുറാക്ക നിങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാറ്, ഇത് കഴിഞ്ഞാൽ അവരൊക്കെ ഒന്നായിരിക്കും, ഞങ്ങൾ വീണ്ടും കുടുങ്ങും. അപ്പോൾ ഞാൻ 1-2 ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ ഏർപ്പാട് ഇതാണ്, സ്വർണം കൊണ്ടുവരിക, കടത്തുക, പിന്നെയും പോവുക, ജാമ്യത്തിൽ ഇറങ്ങിയ ഇതാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ശല്യമെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ, അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആരും സത്യം പറ എന്ന് വരെ ഞാൻ പറയേണ്ടി വന്നു. എനിക്ക് മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് പോലും അവർ തയ്യാറായി വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? ഈ പറഞ്ഞ വിഷയങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, ഇത് അന്വേഷിക്കുന്ന CMന്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് പോലീസ് സ്വർണം കസ്റ്റഡിയിൽ എടുക്കുന്നത്? എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നത്? 102 CRPC. എന്താണ് 102 CRPC? മലയാളത്തിലും കടിച്ചു നോക്കിയാൽ കാണാം. ഒരു അങ്ങാടിയിൽ ഒരാളെ കണ്ടു, ഓനെ വെറുതെ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ കാര്യം ചോദിക്കും, ഓനെ തപ്പിപ്പിടുത്തം വന്നു. കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു. പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയെയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് 102 CRPC. ഈ കേസ് മുഴുവൻ എടുത്തത് 102 CRPC-യിലാണ്. ഇതെങ്ങനെയാണ് അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന്? ഇത് ആ പാസഞ്ചർ കയ്യിൽ വന്ന പാസ്പോർട്ട് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, അത് വിദേശത്ത് വന്നാണ്. അയാളിത് കളവായി കൊണ്ടുവന്നല്ല, അയാൾ ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ്. സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് യാതൊരു നിയമ തടസ്സമില്ലല്ലോ. മയക്കുമരുന്ന് വരെ ബാൻ ചെയ്യപ്പെട്ട സാധനമല്ല സ്വർണം. ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സാണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇത് കളവ് മുതലല്ല, കോടതിയിൽ അത് നിൽക്കില്ല. എന്നാ പിന്നെ പുറത്തെത്തിയാൽ എന്താ ചെയ്യേണ്ടത്? അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റംസിനെ അറിയിച്ചില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സാധനം ഈ പ്രതിയെ നേരെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഓൻ്റെ ട്രൗസറും ഷെട്ടി അഴിച്ച് അത് ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്രൗസറും ഷെട്ടി ആളെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടുപോയി വെച്ചാൽ മതി. അവർ ചെയ്യേണ്ട പണിയാണ്, അതിനവർക്ക് സംവിധാനമുണ്ട്. എന്തിനാണ് പണി ഈ പോലീസ് ചെയ്യുന്നത്? പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതിൽ? അവിടെയാണ് ഇതിൻ്റെ കള്ളത്തരം. അവിടെയാണ് കള്ളത്തരം. ഡയറക്റ്റ് ഇൻഫോം ചെയ്ത് അതിൻ്റെ റിവാർഡ് വാങ്ങുന്നതിന് പകരം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഇവരുടെ കേന്ദ്രങ്ങൾ കൊണ്ടുപോയി അടിച്ച് കുത്തി നശിപ്പിച്ച് ഇവർക്ക് ആവശ്യമായ സ്വർണ്ണം എടുത്ത് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയാണ്. ഒരൊറ്റ കേസ് നിൽക്കില്ല എന്നാണ് വക്കീൽമാർ പറഞ്ഞത്. കാരണം എന്താ അറിയോ? ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സാധാരണ കള്ളന്മാരെ പിടിച്ചാൽ പോലീസ് 161 സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കുക. ആ കടലാസിൻ്റെ വിലയുള്ളൂ ഇന്ത്യയിലെ നിയമത്തിനത്. കാരണം നമ്മളതിൽ ഒപ്പിടിക്കുന്നില്ല. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, പോലീസുകാർ പറയും, ആ മൊഴി അവരങ്ങ് എഴുതും. മൊഴി എൻ്റെ സ്വന്തം മൊഴിയോടെ വെക്കും. കോടതിയിൽ പുല്ല് വിലയില്ല. അതുകൊണ്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് കോടതിയിൽ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അത് വാലിഡാണ്. പക്ഷേ കസ്റ്റംസ് ആക്ടിൽ കസ്റ്റംസ് ആക്ട് 102, 108 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ 161 സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കോടതിയിൽ വാലിഡ് അല്ല. അത് കോടതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് എടുക്കണോ വേണ്ടത് കോടതിക്ക് തീരുമാനിക്കാം. പക്ഷെ കസ്റ്റംസിലേക്ക് ഇതെത്തി കസ്റ്റംസ് ഈ സ്വർണം കൊടുക്കുന്നവൻ്റെ മൊഴി എടുത്താൽ അത് കസ്റ്റംസ് ആക്ട് 108 ആണ്. 108 എഴുതി മൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കണം.
161 ഒപ്പിടലില്ല. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ അതേ കാര്യം കോടതി അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രതിയെ സംബന്ധിച്ച് പിന്നെ അതിന് മാറ്റി പറയാൻ കഴിയില്ല. മാറ്റി പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പൊ അത് ചെയ്യുന്ന കസ്റ്റംസ് ആണ്, അത് ചെയ്യേണ്ടത് കസ്റ്റംസ് ആണ്. അപ്പോ ഇപ്പൊ ഈ പറയുന്ന 168-70 കേസും വിട്ടുപോകുമെന്നാ പറയുന്നത്. പലതും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ഒരൊറ്റ കേസും നിൽക്കില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാ. എന്താണ് ആ റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസെടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരെ ആരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം മരമുറി കേസ് നടക്കണല്ലേ, അന്വേഷണം നടക്കുക, വിജിലൻസിന് കൊടുത്തു. ഞാൻ 2 ദിവസമായിട്ടാണ് അതൊന്ന് അന്വേഷിക്കാൻ പറ്റിയത്. വിജിലൻസിന്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മരം ലേലത്തിന് മുറിച്ച് എടുത്തു കൊണ്ടുപോയ ആളുകളെ ഈ മരത്തിന്റെ കുറ്റി പോയി കണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഏത് മരം മുറിച്ചത്, അന്ന് ഞങ്ങൾ ലേലത്തിന് എടുത്തു പോയതാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചെടുത്തു മരത്തിന്റെ കുറ്റി. എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല, അവിടെ മരത്തിന്റെ കുറ്റി അവിടെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചിരുന്നാൽ ഞാൻ മുറിച്ച മരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആ മരം ലേലത്തിനെടുത്ത ആ വ്യക്തിയെ സൈറ്റിൽ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ മുമ്പ് വരെ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരമുറി എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പോലീസിന് ഇത് പിടിക്കാനുള്ള അധികാരം, എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട്. റോഡ് സൈഡിൽ എന്ത് കണ്ടാലും എവിടെയും പിടിക്കാം. മണ്ണ് പിടിക്കണില്ലേ? പോലീസിന് അധികാരം എന്താ? മണ്ണ് പിടിച്ചാൽ നേരെ ജിയോളജിക്ക് കൈമാറണം. അത് ജിയോളജിയാണ്. പിടിക്കാനുള്ള അധികാരമുണ്ട്. പിടിച്ചാൽ ആ പ്രതിയെയും തൊണ്ടി മുതൽ ഉൾപ്പെടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൈമാറി ജിയോളജി അതിന് ഫൈൻ അടിച്ച് റിലീസ് ചെയ്യുക, കോൺഫിസ്കേറ്റ് ചെയ്യുക ചെയ്യും. അല്ലേ? അല്ല തോമസ്, അങ്ങനെ ആണോ? അപ്പൊ അത് പോലീസിന്റെ പണിയാണോ? പോലീസിന് പിടിച്ചു കൊടുക്കാം. ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ച് പോവാ കള്ളന്മാര്. പാതിരാത്രിയിലെ പോലീസ് പട്രോളിൽ ഒരു ലോറി മരം കണ്ടു, പോലീസിന് സംശയം തോന്നി തടഞ്ഞു നിർത്തി. നോക്കുമ്പോൾ ഫോറസ്റ്റിന് മുറിച്ചുപോയ മരമാണെന്ന് ബോധ്യപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? ഉടനെ എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്യണം. ഇവിടുന്ന് റേഞ്ചർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ വരണം, വണ്ടി കണ്ടെടുക്കും. പോലീസിന്റെ ആ GD എൻട്രി കഴിഞ്ഞാൽ ഓൾ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ ഡ്രഗ്സ്, ഏത് ഡ്രഗ്സ്? നമ്മൾ കഴിക്കുന്ന മരുന്ന്, പല ജാതി ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പോലീസ് ചിലപ്പോൾ പിടിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഉമകത്ത് കിട്ടും, ഇന്ന സ്റ്റോറിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. പോലീസിന് പോകാം, ഈ സാധനം കസ്റ്റഡിയിൽ എടുക്കാം. എന്താ ചെയ്യുക? എടുത്താൽ നേരെ ജില്ലാ ഡ്രഗ്സ് കൺട്രോളിന് കൈമാറും. അതാണ് നിയമം അനുശാസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും സ്വർണം കണ്ടെടുത്തപ്പോൾ അത് കട്ടുരുക്കി കൊണ്ടുവരാമെന്ന് പോലീസ് വിചാരിച്ചാൽ ആ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അത് ഈ കാലത്തിൽ ഉൾപ്പെടുത്താം. ഇത് എയർപോർട്ടിന്റെ മുറ്റത്ത് ഈ വരുന്ന പാസഞ്ചറെ പോക്കറ്റിൽ ഈ പറയുന്ന പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടുന്ന് വരികയെന്നറിയും. അപ്പോൾ എവിടുന്നും കടം നടത്തി വരില്ല. ഇവൻ കസ്റ്റംസിനെ വെട്ടിച്ച്, നികുതി വെട്ടിച്ച് വരിക എന്നുള്ള പരിപൂർണ ബോധ്യം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? നേരെ പിടിച്ച് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെയാണ് ഈ സംശയങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ആമുഖമായിട്ട് പറയാനുള്ളത്.
എന്താണ് നേരത്തെ നേരെ ചോദിക്കുന്നത്? നേരത്തെ നേരെ ഉത്തരം പറയാം. കറക്റ്റായിട്ട് ചോദിച്ചാൽ കറക്റ്റായി പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആരോപണം ഉന്നയിച്ചതും മുഖ്യമന്ത്രി പരാതി കൊടുത്തത് മൂലം മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചിട്ട് ഉത്തരം പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല, എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CMനെ അങ്ങനെ വിശ്വസിപ്പിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CMനെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. അല്ല, അത് വാസ്തവമാണ്. ഞാൻ പറയുന്ന ഒക്കെ ഇപ്പം ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്നത് എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ, അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിലെ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ് എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിൻ്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ടു കൊടുക്കുന്നു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസിന് ചെയ്യാൻ പറ്റുന്നത്? എന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉടക്കുന്നത്, അവിടെയാണ് ഞാൻ പി ശശിയായിട്ട് ഉടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ പോകുന്നെത്തുന്നതോട് കൂടിയിട്ട് ചിത്രം കൊണ്ട് മാറുക. അജിത് കുമാറിൻ്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുമ്പോൾ ഒറ്റുകൊടുത്തു. അത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവനറിഞ്ഞു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇവൻ വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPMൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു.
ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തോലാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കുരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ കണ്ടേ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ് കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻസ് കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെൻറ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പൊ ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പൊ അതൊന്നും CM പറഞ്ഞതിൽ ഒരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CM-ന് കൂടെ കത്ത് മഹേഷിന് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് ആ പത്രസമ്മേളനത്തിൽ CM-നില്ല കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ് തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോട്ടെ എന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ അത് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്ത വന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് CM-ന് പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പൊ ആകത്തുക അല്ല, ഈ ആകത്തുക ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാ? CM എന്ന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാ? MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവറല്ലേ മാഷേ, നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഫുള്ളായിട്ട് കേട്ടോ. വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് CM പറഞ്ഞിട്ടില്ല. അരുൺ എവിടെ അത് കേട്ടതെന്ന് പറഞ്ഞു? PV അൻവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ടും ഭരണപക്ഷ MLA ആയിട്ട് താങ്കൾ ഇത്രയേറെ ആരോപണങ്ങളും തെളിവുകളും പുറത്തുവിട്ടിട്ടും ഇങ്ങനെ സ്ഥിരം തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ മാത്രം ദുർബലനാണോ നമ്മുടെ മുഖ്യമന്ത്രി? അതെനിക്കറിയില്ല. ഇപ്പോഴും ഈ നിമിഷവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനിയിപ്പോൾ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഇവരെന്നെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിലും മനസ്സിലായോ, ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട. അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പം P ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ P ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ്, കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കരക്കലും ഈ RSSുമായുള്ള ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിൻ്റെ കഥ ഈ ഫോണിലാ. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ P ശശിയിലേക്കാണ്. ഇത് PV അൻവറിൻ്റെ മാത്രം അഭിപ്രായം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട.
അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട CM-ന് ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല, CM-നോട് ചർച്ച ചെയ്യില്ല, ഈ കാര്യങ്ങൾ CM-ന് ബോധ്യപ്പെടുത്തില്ല. എന്നാൽ പലരും CM-ൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് CM-നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ CM-ന് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? CM പോയിട്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കോട്ടെ എന്നാണോ അവരുടെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവരെന്താ CM-ൻ്റെ അടുത്ത് പോയിട്ട് CM അങ്ങനെയല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്, എന്താ ഇവർ പറയാത്തത്? ഇവരുദ്ദേശം എന്താ? ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും MR അജിത് കുമാറും മാത്രമൊന്നുമല്ല, പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് CM ആണ് പരിശോധിക്കേണ്ടത്. അല്ല, അത് CM പറഞ്ഞു, ഞാൻ കേട്ടല്ലോ. ഞാൻ ഇപ്പോൾ CM-ന് കൊടുത്ത പരാതി എന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ വിഷയങ്ങളാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. പാർട്ടിക്ക് ഞാൻ കൊടുത്ത കത്തെന്താ? അത് പൊളിറ്റിക്കലാണ്. അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അദ്ദേഹം സ്ഥലത്തില്ല. അത് വന്നാൽ പരിശോധിക്കുമായിരിക്കുമല്ലോ. പരിശോധിക്കാതെ വരികയും ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു നിലപാട് പരാതിക്കാരനായ എന്നോട് ഒരു മറുപടി പാർട്ടിക്ക് പറയേണ്ടി വരുമല്ലോ, പറയേണ്ടി വരിക. അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ സാമാന്യ മര്യാദ കൂടി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അപ്പം നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ സ്വകാര്യമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി 1 2 3 4 5 6 7 8 9 10 11 11 ഉണ്ട്. ആ 11 ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർ അന്വേഷിച്ചാൽ കാണും. തിരുവനന്തപുരം സിറ്റിയിൽ അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടിപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും. പാർട്ടി അന്വേഷിക്കട്ടെ. എന്നിട്ടൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പൊന്നാര അൻവറേജ് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് തന്നെ പറ്റില്ല, നീ പറഞ്ഞ മുഴുവൻ കളവെന്ന് പാർട്ടി എന്നോട് പറയട്ടെ. അപ്പോഴല്ലേ എനിക്ക് ആലോചിക്കണ്ടുള്ളൂ. ഏതാ? ആ അല്ല, അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തന്ന വിവരം, ആ ഡോക്യുമെന്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെന്റ് അല്ലേ? അല്ല, ഈ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടോ? അത് ചോദിക്കുന്ന സഹോദരൻ കണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ് കണ്ടു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, ആ ഡോക്യുമെന്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയൂ. ആ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടു, 33 ലക്ഷത്തിന് വാങ്ങി 65 ലക്ഷത്തിന് വിറ്റു 10 ദിവസത്തിനകം അല്ലേ? ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? പിന്നെ നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിങ്ങളുടെ വർത്താനല്ല, വേറെ എന്തെങ്കിലും പറയും. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ അഭിപ്രായമില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ചോദ്യത്തിന് എന്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല, അഭിപ്രായമില്ല, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായൊരു സാധനം ചോദിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല പറഞ്ഞാൽ പിന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ നിലക്കാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ ഈ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനെന്ന്? അത് അത് കുറേ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കുറേ മറുപടി അറിയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ വേദിയാണിത്. നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളുടെ പത്രക്കാരുടെ അഭിപ്രായം അറിയണം. അത് നിങ്ങളോട് വർത്തമാനം പറയാനില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ആരെയും വർത്തമാനം പറയും? അല്ല, അത് വേറെ വിഷയം. ഇയാളുടെ ഒരു അഭിപ്രായം ചോദിച്ചല്ലോ, അതിനാണ് ഉത്തരം പറയണ്ടേ. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായം ഇല്ല. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ തന്നെ വർത്തമാനം പറയുന്നു. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സിലായോ? അങ്ങനെ വിഷയം മാറ്റണോടല്ല ഞാൻ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട.
നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ പൂതി വെച്ച് എൻ്റെ മുന്നിലേക്ക് വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെക്കാൻ ഉത്തരവും പറയണം. മനസ്സിലായോ? മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹത്തെ ചർച്ച നടത്തിയിട്ടുള്ളൂ, പിന്നെ നടത്തിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു. എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എത്ര കാലം കാത്തുക്കും, എത്ര കാലം കാത്തിക്കണം പറയും. അല്ല, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കണം. ബൈബിളില് ഒരു വാക്യമുണ്ട്, എന്തറിയോ? ക്ഷമിക്കുന്നവർക്കാണ് വിജയം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ പൊന്നാര അരുണേ, നീ ഇവിടുന്ന് ഇറങ്ങി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിലല്ലേ? നിനക്ക് പരിചയമില്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ പത്രക്കാർ. നിനക്ക് ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചിട്ടാണോ എന്ന് ചോദിക്കും. എന്നിട്ട് അന്ന് നിന്റെ ഇതിലൊന്ന് വിട് ആ സാധനം, ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെന്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് ചെയ്തു തരുമോ? അരുണ ചെയ്തു തരുമോ? അത് ചെയ്യോ? അല്ല, അത് ചെയ്യല്ലോ. ഇത് നിങ്ങളെ ബാക്കിയല്ലേ. നിങ്ങളൊരു 4 പോലീസുകാരെ പോയി ചോദിക്കുന്നത്. അല്ല സഹോദരൻ, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ മനോവീര്യം ഈ അൻവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ഇവർക്കെതിരതൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നത്. 10 പോലീസുകാരോട് ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി നമുക്ക് നിർത്താനും. 100% തെറ്റാണ്. പോലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്, കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ള സംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം. മുഖ്യമന്ത്രി 3-4 തവണ വിളിക്കുന്നു, ആദ്യ പ്രശ്നം നടത്തിയപ്പോൾ ഓഫീസിലേക്ക് വരാൻ പറയുന്നു, അതൊക്കെ നിരാകരിച്ച് വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുന്നു, പോകുന്നില്ല. ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നെന്താ? ഞാൻ ഓരോ വാർത്താ സമ്മേളനത്തിലും വിളിക്കുന്ന പറഞ്ഞ കാര്യം പറയാനല്ലല്ലോ. ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ സാധനം തരല്ലേ, ഓരോ തെളിവുകൾ തരല്ലേ, ഓരോ ഡോക്യുമെന്റ് തരല്ലേ. ഇതിപ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം അല്ലല്ലോ പറയുന്നത്. ഞാൻ ഈ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് എന്താ തന്നത്? ഈ ഡോക്യുമെന്റ് അല്ലേ. ഇപ്പോൾ ഹൈദരാബാദിൽ ഫോൺ ചോർത്തി. എവിടെ DGP? എവിടെ DGP? നാട് വിട്ടില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പം NIA അന്വേഷിക്കണം. നിങ്ങളതൊന്നും അറിയുന്നില്ലേ? ഞാൻ വായിച്ചു തരാം. പത്രക്കാർ പറഞ്ഞാൽ ഇടയ്ക്ക് പത്രമൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ ഒരു സാധനം വായിക്കൂല, എന്നിട്ട് വെറുതെ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല ഇതൊക്കെ. എന്നിട്ട് ഞാനൊരു കള്ളൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പൊന്നാട് സഹോദരന്മാരെ, ഇപ്പം ഒന്ന് കേട്ടെ, ഒറ്റ മിനിറ്റ്. ഒന്ന് കേട്ടേക്ക്, 8 മിനിറ്റാ. കഴിഞ്ഞ വർഷം രേവന്ത് റെഡ്ഡി നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഫോൺ ചോർത്തൽ കേസ് പുറത്തറിയുന്നത്. പ്രതിപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ഉന്നതരുടെ ഫോണുകൾ ഭരണകാലത്ത് ചോർത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ രാഷ്ട്രീയ എതിരാളികളായി നിരീക്ഷിക്കാൻ നവംബറിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച സംഘമാണ് ഫോൺ ചോർത്തിയത്. നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ മൊബൈലും ചോർത്തി. മുൻ DCP രാധാകിഷൻ റാവുവാണ് വിഷയത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. BRSന്റെ നേതൃത്വത്തിൽ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മാഷെ, നിന്റെ പാർട്ടി സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗ റാവു, അഡീഷണൽ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ കേട്ടോ, സംഭവവുമായി ബന്ധപ്പെട്ട് 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി T. പ്രഭാകരൻ റാവുവിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെലുങ്ക് ദേശം TV ചാനൽ 1 ന്യൂസ് നടത്തുന്ന ശരവണൻ റാവു, പോലീസ് ഉദ്യോഗസ്ഥ രാധാകൃഷ്ണൻ റാവു തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത്. നീ അങ്ങനെ വന്നിട്ട് നീ ഇത് കേട്ടത് എങ്ങനെയാ ചോർത്തിയതെന്നല്ലേ കേൾക്കണ്ടല്ലോ. തോമസട്ടി ഉറങ്ങാം, ചിലപ്പോൾ ഉറക്കം വരും. രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം. സംസ്ഥാന
ടാപ്പിംഗ് ഉപകരണ വിവരം സംസ്ഥാന ഇൻ്റലിജൻസ് സാങ്കേതിക കൺസൾട്ടൻ്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ച് അവിടെ വേറെ ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്. ടാപ്പ് ചെയ്യുകയും ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് 300 മീറ്റർ ചുറ്റളവിൽ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ്, മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വന്നു? ഇസ്രായേലിന് സാധനം ഇറക്കേണ്ടി വന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈ അരീക്കോട്ട് അങ്ങാടിയിൽ ആ കുന്നിൻ്റെ മുകളിൽ ആ പോലീസ് ക്യാമ്പിലുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റ് ഇൻ്റർസെപ്ഷൻ സെൻറ്റർ. അവിടുന്ന് ഫോണിൽ ഓർത്തുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ആ പരാതി കൊടുത്തിട്ട് 4 ദിവസമായി. ഇന്നും അതിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ 3 ആൾ ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല. ഒന്ന് മാറ്റെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞതെന്താ, ഇവർ ചോർത്തിയ ഫോണുകൾ ചോർത്തിയെടുത്തത് ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ഹാർഡ് ഡിസ്ക് മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു. ഇപ്പോൾ തോന്നി ഇതിലൊന്നും അന്വേഷണമില്ല. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ പറയുക, DGPയുടെ നേതൃത്വത്തിലുള്ള SIT ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണം പോകുന്നുണ്ട്. പാരലൽ അന്വേഷണം നടക്കുക. ആരാ? ഈ MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ. ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ. എന്താണ് PV അൻവറിന് എവിടുന്നാണ് കിട്ടിയത്? ആരാണ് ആ വിവരം കൊടുത്തത്? എവിടെ നിന്നാണ് ഈ മറ്റേ റിപ്പോർട്ടറോ അവൻ്റെ കയ്യിൽ വന്നത്? ഇത് അന്വേഷിച്ച് നടക്കുക. ആരാ തെളിവ് കൊടുക്കുന്നത്? ഈ സ്വർണ്ണയിട്ട് വന്നവർ ആരാ വീട്ടിലാണ് അൻവറിൻ്റെ ആളുകൾ പോകുന്നത്? ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നടക്കട്ടെ. അതെ, വരട്ടെന്ന്. ഞാനൊരു കേസ് ഉണ്ടാവില്ല, അങ്ങനെ സുഖമായിട്ട് ഇറക്കും വിചാരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ പാടെ കൂടി നാളെ തന്നെ ജയിലിലിടൂല അങ്ങനെ എന്താ? ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ 2ാമത്തിലും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരോട് കമ്മിറ്റിയുള്ള ഒരു ഗവൺമെൻറ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട്. അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നാ. അതെനിക്കറിയില്ലാന്ന്. എന്ത് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യാനാന്ന്? ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിൽ ഇറങ്ങിയല്ലോ. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ TV വാർത്തയൊന്നും കാണാൻ ഞാൻ ഈ പണിയിലല്ലേ. ആരെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മളെ സ്റ്റാഫ് ആരെങ്കിലും തരുമ്പോൾ അതൊന്നും നോക്കുന്നല്ലാതെ വേറെ എന്താ നമ്മൾ നോക്കുന്നത്? എനിക്കറിയില്ല. അണികൾ മനുഷ്യരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ. എൻ്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ? നമ്മളെ കുറേ ചവിട്ടിക്കുട്ടി ആളുകളല്ല നിങ്ങൾ. നാളെ ചവിട്ടിക്കൂട്ടാൻ കിട്ടി നിങ്ങൾ ചവിട്ടി ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചാലോ? ഞാൻ അങ്ങനെ ആരപ്പുറത്താണ്? അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ. ഈ ഇരിക്കുന്ന നിങ്ങളാണ് പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDFൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്ന് ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പാവത്തിന്റെ ഡേറ്റ് വേണമെങ്കിൽ തന്നെ പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തുമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇതെൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS ആണ് 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി 4 IPSകാരെ കുട്ടി എനിക്ക് കടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ധരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണി ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കും വേണ്ട. ഞങ്ങൾ
എനിക്ക് അങ്ങനെ തകരുന്ന മനോവീര്യമല്ല. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടുകൊണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ചാ, അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്, നിൽക്കാതെ എറിയല്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്തത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു പോയത് നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം കക്കാടം പോയില്ല, ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം, അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്ന് മായശില്ല. നമ്മളോട് യോഗിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം, സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ. ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PVN എന്ത് ചെയ്തു പറയും, പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമം എഴുതി വാർത്ത ഇങ്ങനെ വരുമോ, അവിടെ മാന്തി ഇവിടെ മാന്തി അവിടെ തിരക്കി ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ. പണ്ടാറടക്കി ആദ്യമായിട്ടൊരു MLA ആയതാ, മനുഷ്യൻ്റെ മുമ്പിൽ വഷളാകുവാണല്ലോ. അന്ന് PVN തീരുമാനിച്ചു, നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ, അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം ഇപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം, നമുക്ക് അത് വിട്ടളി, നമ്മുടെ അടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണെന്ന്? എനിക്കിനി എന്തില്ല, നിങ്ങളെന്തിനാ ബേജാറാണ്? എനിക്ക് അങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ, അല്ല എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരാരുടെ നീ നിനക്ക് ചെറിയ സേപ്പ് എന്നോടുണ്ട്, അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അവളെന്താ പറഞ്ഞറിയോ, ഇപ്പോൾ പൊയ്ക്കോന്ന്. ഉപ്പാനോട് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫിലുണ്ട്, അവർ വിളിച്ചു, ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യത്തിന് അയക്കണം, ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയാൻ പരിഗണിക്കേണ്ടത്? ആരെ പരിഗണിക്കേണ്ടത്? പിന്നെ ഈ അജിത് കുമാറിന്റെ ഈ വാലോട്ടത്തിനോ നിങ്ങൾ ആളെ നോക്കണം. നിങ്ങൾ ഞാൻ ഒരാളെ തെറ്റിദ്ധാരണയും തിരുത്താനല്ല. തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോലും തിരുത്തി കൊടുത്തോട്ടെ. ഞാൻ എപ്പോ ആണെങ്കിൽ മുഖ്യമന്ത്രി കാണും. എനിക്കെന്താ മുഖ്യമന്ത്രി കാണുന്നത്? അതെന്റെ നേതാവല്ലേ. അല്ല പൊന്നാര മനുഷ്യൻ അല്ലാതെ നമുക്ക് കാണാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം ആലോചിക്കുന്നത് ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല, എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ. MLA വെള്ളം കുടിപ്പിച്ചു തന്നെ എഴുന്നേറ്റ് ദാഹിച്ചിട്ടാണ്. എന്താ ചെയ്യാന്ന്, ചില കാര്യം തിരിച്ചറിയാൻ ചില സമയമെടുക്കും ചിലപ്പോ. അങ്ങനെയാണല്ലോ. സ്വർണ്ണക്കടത്ത്, മാഫിയ, ഇതിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരുടെ വിരോധമാണ് പോലീസിനെതിരായത്. അതിന് ഭീകരങ്ങൾ നിന്നു എന്നുള്ളത് ഇന്നിപ്പോ പറയാതെ പറയുന്നു. അല്ല, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ പറയാതെ പറയും. ചിലപ്പോൾ ഞാൻ ഇനി സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊലപ്പണത്തിലോ ഒക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറേ കണ്ട്. ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്, ആളുകളെ പേര് പറയണോ? ദേശീയ നേതാക്കന്മാർ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. കുറച്ച് റെസ്റ്റ് കിട്ടും ജയിലിൽ പോയാൽ. ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് എടുത്ത് കറക്റ്റായിട്ട് ഭക്ഷണം, 5 മണിക്ക് കാപ്പി, പിന്നെന്താ പറയുക 7 മണിക്ക് മറ്റേത്, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ്, നല്ല പച്ചക്കറി, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട്. ഇത്രയല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം. ആര് രാജിവെക്കണം? നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത നിങ്ങളോട് രാജിയാ പറയണേ? വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എന്താണ് സത്യം പറയാം, എനിക്കൊരു നാണക്കേട് തോന്നി നിങ്ങളെക്കുറിച്ച്. ഇത്ര ഉളുപ്പുമണിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയാലേ വലിയ അവസ്ഥയാണ്. വളരെ മോശം. അവനാ തിന്ന അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ? അങ്ങനെയൊന്നും പത്രക്കാർ ഇത്ര ഉളുപ്പില്ലാതെ ആവരുത്. ഈ വന്ന മനുഷ്യന്മാർക്ക് മുഴുവൻ അപമാനമായി. നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഞാൻ നിങ്ങൾ എല്ലാവരോടും അല്ല കേട്ടോ. അല്ല, എനിക്ക് വില സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത താങ്കൾ എനിക്ക് വില ഇടണ്ട. അത് നിങ്ങൾ വില ഇടണ്ട. എനിക്ക് വില വേണ്ട, എനിക്ക് 0 മതി. മനസ്സിലായില്ലേ? 0. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒന്നും കഴിഞ്ഞിട്ടില്ലേ. എനിക്കതിനെ പറ്റുന്ന അറിയില്ല. ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കണം? പാർട്ടി നിയമിച്ച വേറെ ആളുകൾ മുഖ്യമന്ത്രി ഓഫീസിലുണ്ടല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പി ശശിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെങ്കിൽ തിരുത്താൻ മറ്റാരുമില്ല അവിടെ.
എനിക്കറിയില്ലോ, നമ്മൾ ഈ നാട്ടുകാരനെ അല്ലോ, നാട്ടിലല്ല. നിർത്താം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമില്ലേ? അപ്പൊ ലാൽ സലാം. വിശ്വസ്തരെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ആഞ്ഞടിക്കുന്നു PV അൻവർ. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞാൽ ഉരുകുന്ന മനോവീര്യമല്ല തനിക്കുള്ളത് എന്ന് PV അൻവർ പറയുന്നു. തീയിൽ കുരുത്തതാണ് എന്ന് PV അൻവർ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ P ശശിക്കെതിരെ അതിഗുരുതരമായ ആരോപണം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ് PV അൻവർ MLA. സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള അതിഗുരുതരമായ ആരോപണം ഉയർത്തുന്നു PV അൻവർ. നേരത്തെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ P ശശിയെ MR അജിത് കുമാറിനെ വിശ്വസ്തരെ ഒന്നാകെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം, PV അൻവറിനെ പരസ്യമായി തള്ളുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്, അതിന് എണ്ണി മറുപടി പറയുന്നു PV അൻവർ MLA. പിന്നോട്ടില്ല, താൻ തീയിൽ കുരുത്തതാണ് എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം. പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം കൂടി PV അൻവർ നടത്തുന്നുണ്ട്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുകയാണ് ചിലർ എന്നുള്ള വിമർശനം PV അൻവർ ഉയർത്തുന്നു. അതുപോലെ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ നടത്തിയ കോൺഗ്രസ് പരാമർശം, PV അൻവർ വന്ന വഴി സൂചിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനും PV അൻവറിൻ്റെ മറുപടി ഉണ്ടാകുന്നുണ്ട്. താൻ മാത്രമല്ല EMSഉം പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള മറുപടിയാണ് അതിന് PV അൻവർ നൽകുന്നത്. എന്തായാലും വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ട് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രതികരണം PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. താൻ പിന്നോട്ടില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു. പാർട്ടി കൂടി തള്ളിപ്പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഘട്ടത്തിൽ ആ വഴി നോക്കാം എന്നുള്ള കാര്യം കൂടി PV അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദിലീപ് കുമാർ, രാവിലെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നയാൾ എന്നാണ് P ശശിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്നയാൾ എന്നുള്ള അതിഗുരുതരമായ ആരോപണം PV അൻവർ ഉയർത്തുന്നു, പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് PV അൻവറിന്റെ ഈ മറുപടിയെ, വാർത്താ സമ്മേളനത്തെ കാണേണ്ടത്? B ദിലീപ് കുമാർ. റിജിത്ത്, മുഖ്യമന്ത്രിക്ക് കടുത്ത ഭാഷയിലുള്ള മറുപടിയുമായാണ് PV അൻവർ ഇപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകൾക്കും അതിനുള്ള മറുപടി PV അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. PV അൻവർ ഇന്നും കടുത്ത ഭാഷയിൽ തന്നെയാണ്, അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയും PV അൻവർ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കടുത്ത നിലപാടുകൾ, കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ എന്നിവ ഉന്നയിച്ചിരിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ. അതിൽ പ്രധാനമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണം. P ശശിക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ അവരുടെ പങ്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് എന്നാണ് PV അൻവർ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പോലീസുകാർ ഈ സ്വർണം പിടിക്കുന്നത് എന്തിനാണ്? അവർ കസ്റ്റംസിന് ഈ സ്വർണം കൈമാറേണ്ടതല്ലേ? പിടികൂടുന്ന സ്വർണം കൈമാറേണ്ടതല്ലേ? കാരണം ദുർബലമായ വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്. അത് അത്തരം കേസുകൾ നിലനിൽക്കില്ല എന്നാണ് അഭിഭാഷകർ തന്നോട് പറഞ്ഞിട്ടുള്ളത്. കസ്റ്റംസിന് കൊടുത്ത് ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, ഇതെവിടെ നിന്ന് വന്നു, എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പോലീസ് പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന തരത്തിലുള്ള ആരോപണവും PV അൻവർ ഉന്നയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾക്കും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സത്യസന്ധമായ നിലയിലുള്ള ഒരു അന്വേഷണം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന അഭിപ്രായം തനിക്കില്ല എന്നാണ് PV അൻവർ പറഞ്ഞത്. കാരണം ADGP അതേ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ അന്വേഷണം നീതിപൂർവമാകില്ല എന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. PV അൻവറിന് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്, അദ്ദേഹത്തിൻ്റേത് ഒരു ഇടതുപക്ഷ പശ്ചാത്തലമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതൊന്നും ഒരു ഇടതുപക്ഷ രീതിക്ക് ചേർന്നതല്ല. പാർട്ടിയെയും സർക്കാരിനെയുമാണ് ഈ ആരോപണങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നതിന് പകരം ആദ്യം അറിയിക്കേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ താൻ പഴയ കോൺഗ്രസ്സുകാരനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. താൻ മാത്രമല്ല, EMSഉം ഒക്കെ പഴയ കോൺഗ്രസ്സുകാരാണ്. EMS ഒക്കെ പിന്നീട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും PV അൻവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തനിക്ക് പാർട്ടിയിൽ നിന്ന് പാർട്ടി
കുടുംബങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള നിരവധി സാധാരണ പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ട്. അവർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും PV അൻവർ പറഞ്ഞു. അതായത് PV അൻവർ ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞ ഈ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കുന്നത്. അതേസമയം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പാടെ തള്ളിക്കളയുകയാണ് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. P ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി അല്ലാതെ എന്തെങ്കിലും സാധിക്കണം എന്ന് കരുതി പരാതി നൽകുന്നവർ അവർ അത്തരത്തിലൊരു പരാതി നൽകിയാൽ അതിന് അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവരെ പുറത്താക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഈ ആരോപണ വിധേയരായ വിശ്വസ്തരെ കൈവിടാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയതെങ്കിൽ PV അൻവർ ആകട്ടെ നിലപാടും വിമർശനവും കൂടുതൽ കടുപ്പിച്ചാണ് രംഗത്തെത്തിയത്. ശ്രീജിത്ത്, ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ PV അൻവറിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, PV അൻവർ വന്ന വഴി സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, അതിനൊക്കെ P ശശിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അതിനൊക്കെ എണ്ണി മറുപടി പറയുന്നുണ്ട്. PV അൻവർ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത്, പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്.